ഞാൻ ഡോക്ടർ MP മണി. കൗമാരപ്രായത്തിലുള്ളവരനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു. അത് ഇന്നും ഇന്നലെയല്ല, അതങ്ങനെ തലമുറകളായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരുപാട് പേർക്ക് അത് പ്രയാസം ഉണ്ടാക്കും. മുഖത്തൊക്കെ കുരുക്കൾ, അത് ചിലത് വീർത്ത് വരും, ചിലത് പഴുക്കും, ചിലത് പൊട്ടും, അവിടെ പാട് വരും. അങ്ങനെ ചില പ്രശ്നങ്ങൾ, അത് സൗന്ദര്യവുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയം. ഇങ്ങനെ ഈ കൗമാരപ്രായത്തിലുള്ള ഒരുപാട് പേര് ഈ പ്രശ്നമായിട്ട് വരാറുണ്ട്. അത് ചോദിക്കാറുണ്ട്. അവർ ചോദിക്കുന്നത് എന്ത് മരുന്നാണ് കഴിക്കേണ്ടത്, എന്ത് ലേപനമാണ് പുരട്ടേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് അവർക്ക് കൂടുതൽ അറിയേണ്ടത്. ഇത് ഒരു രോഗമൊന്നുമല്ല. ആ പ്രായത്തിൽ ചില ഹോർമോണുകളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളുടെ ഫലമാണ് ഒന്ന്. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഭാഗമാണൊന്ന്. അമിതമായി ശരീരത്തിൽ അടിഞ്ഞുകൂടി കൊഴുപ്പ് വരുമ്പോൾ, കൊഴുപ്പ് അടിഞ്ഞുകൂടി കിടക്കുമ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങളൊക്കെ വരും. ഒരുപാട് നമുക്കിഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക, പ്രത്യേകിച്ച് കൊഴുപ്പുള്ളത്, വീണ്ടും വ്യായാമമൊന്നും ചെയ്യാതെ ഒരു ജീവിതശൈലി, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് കൗമാരപ്രായത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പം ഞാനതിന് മരുന്നുകളൊന്നും പറയാറില്ല. വളരെ ലളിതമായൊരു ടെക്നിക്ക് അത് പറഞ്ഞു കൊടുക്കും. അത് താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോളാൻ പറയും. പലരും അത് ഇഷ്ടപ്പെടാറാണ്. പതിവ് അനുഭവത്തിൽ അങ്ങനെ കണ്ടില്ല. അവർ വളരെ സന്തോഷത്തിലാണ് പിന്നെ മറുപടി പറയാറുള്ളത്. അത് ഞാൻ പൊതുവെ കൊടുക്കാറുള്ള നിർദ്ദേശം, സന്ധ്യ കഴിയുമ്പോൾ അല്ലെങ്കിൽ അത്താഴത്തിന് മുമ്പായിട്ട്, രാത്രി ഭക്ഷണത്തിന് മുമ്പായിട്ട് വെറുതെ പച്ചവെള്ളം കൊണ്ടൊന്ന് മുഖം കഴുകുക. പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുമ്പോൾ ഈ ചർമ്മത്തിൻ്റെ പുറമേയുള്ള അഴുക്കൊക്കെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു ട്രയലായിട്ടാണ് കൊടുത്തത്. പക്ഷേ ഒരുപാട് പേർക്ക് അത് ഫലം കിട്ടും. ഈ പച്ചവെള്ളം കൊണ്ട് കഴുകി ഉടനെ ചൂടുവെള്ളം കൊണ്ട് മുഖം കഴുകുക. ചൂടുവെള്ളം കൊണ്ട് കഴുകിയിട്ട് ഉടനെ സോപ്പ് തേക്കണം. മുഖം മുഴുവൻ നന്നായിട്ട് സോപ്പ് തേക്കണം. അപ്പോൾ ഈ രോമകൂപങ്ങൾ വികസിച്ചു. അപ്പോൾ അവിടുത്തെ കുറേ എണ്ണമയം പുറത്തു പോകാൻ സഹായിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ സോപ്പ് മുഴുവൻ ചൂടുവെള്ളം കൊണ്ട് തന്നെ കഴുകിക്കളയണം. ചൂടുവെള്ളം കൊണ്ട് ഈ സോപ്പ് മുഴുവൻ കഴുകിക്കളഞ്ഞാൽ ഉടനെ ഒരു മഗ്ഗ നല്ല പച്ചവെള്ളത്തിൽ 2 നുള്ളി ഉപ്പ് കലക്കിയിട്ട് അതുകൊണ്ടൊന്ന് മുഖം കഴുകുക. എന്നിട്ട് ഈ തോർത്ത് കൊണ്ട് ഒപ്പിയെടുക്കാനും പാടില്ല, തുടയ്ക്കരുത്. അതോടൊപ്പം നമ്മുടെ ആഹാരത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. ഉപ്പിൻ്റെ അളവ് തീർത്ത് കുറയ്ക്കുക. 2 ലിറ്ററോ 2.5 ലിറ്ററോ വെള്ളം പതിവായിട്ട് കഴിക്കുക. രാവിലത്തെ കുറച്ച് വെയിൽ കൊള്ളുക, വ്യായാമം ചെയ്യുക. ഇതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വറുത്തത്, പൊരിച്ചത്, ഇത്തരം കാര്യങ്ങളും ബേക്കറി പൂർണ്ണമായിട്ട്, തൈരും, ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. കാരണം ബേക്കറിയാണ് ഇങ്ങനെ കാര്യങ്ങൾ കൂടുതൽ കൊഴുപ്പടിഞ്ഞു കൂടാൻ കാരണമാകുന്നത്. ബിസ്ക്കറ്റ് പോലും കഴിക്കരുത്. നമ്മുടെ ആഹാരത്തിൽ ഈ പഴങ്ങളും പച്ചക്കറികളും, ഇലക്കറികൾ, പച്ചക്കറികൾ, ഇത് കൂടുതൽ ഉൾക്കൊള്ളിക്കുക. ഈ മുഖം വൃത്തിയാക്കൽ, പച്ചവെള്ളം, ചൂടുവെള്ളം, സോപ്പ്, ചൂടുവെള്ളം കഴുകിക്കളയുന്നു, വീണ്ടും പച്ചവെള്ളം, പിന്നെ മുഖം ഒപ്പിയെടുക്കുക. വേറെ മരുന്നുകളൊന്നും ആവശ്യമില്ല. പൊതുവെ ബഹുഭൂരിപക്ഷം പേരിലും ഇതുകൊണ്ട് തന്നെ ആശ്വാസം കിട്ടുന്നതായിട്ടാണ് അനുഭവം ഉണ്ടായിട്ടുള്ളത്. അതാണ് ഈ മുഖക്കുരുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പറയാനുള്ളത്.